ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോമാണ്, ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോമാണ്. ഞാൻ ഇതിനു മുന്നേ വോയിസ് ഓവർ എടുത്ത് വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ ഉമ്മാൻ്റെ ഒരു മാങ്ങാച്ചാർ വേണം. മാങ്ങാച്ചാർ നല്ല സെറ്റപ്പ് അച്ചാറാണ്. ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പിലയും പച്ചമുളകും ഇടാം. വേപ്പിലയും പച്ചമുളകും നല്ല മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കൂട്ട്. നമ്മുടെ കടുക് വറുത്തിട്ട് പൊടിക്കണതാണ്, അത് ഇതിൽ ചേർക്കുക. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അത്ര ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് മുളക് പൊടി ചേർത്ത്, മുളക് പൊടി നമ്മുടെ ആവശ്യാനുസരണം ചേർത്താൽ മതി. പിന്നെ രണ്ടാമതായിട്ട് ചേർക്കണ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. അത് നമ്മുടെ ആവശ്യാനുസരണം കളറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അത് ഇങ്ങനെ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതിട്ടാൽ രസമുണ്ടാവും അച്ചാർ കാണാനായിട്ട്. പിന്നെ ഇതിലേക്ക് മാങ്ങ ഉപ്പിട്ട് പുരട്ടി വെച്ചതിൻ്റെ വെള്ളം, പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ മാങ്ങ പുരട്ടി വെച്ചതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇതിങ്ങനെ അതിലിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കാം. അതിങ്ങനെ തിളച്ച് വരും. അപ്പോഴേക്ക് നമ്മുടെ മാങ്ങയൊക്കെ ചേർത്താൽ മതി. പിന്നെ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ ഈ വീഡിയോയ്ക്ക് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ കൂട്ടി ചേർത്ത് നമ്മുടെ കടുക് വറുത്ത് പൊടിച്ചത് നമ്മൾ അതിലേക്ക് ചേർത്ത് നല്ല ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ. കടുക് വറുത്തിട്ടൊന്ന് പൊടിച്ചതിൽ ചേർത്ത് നോക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കായപ്പൊടി ചേർക്കുക. കായപ്പൊടി നമ്മുടെ ഇഷ്ടാനുസരണം എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടി ഇളക്കിയാൽ സെറ്റായപ്പോൾ ആ മറ്റേ ഗ്രേവിക്ക് ഒരു തിക്നെസ്സൊക്കെ ആയി. എന്നിട്ട് അതിലേക്ക് മാങ്ങ ചേർക്കുക. മാങ്ങ നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്യുക. ഒരു ദിവസം ഉപ്പിട്ട് പുരട്ടി വെച്ചേക്കണ മാങ്ങയാണ്. ഒരു ദിവസം അങ്ങനെ വെക്കുക. അപ്പം അതിന് ഉപ്പൊക്കെ പിടിച്ച് ഒരു നല്ലൊരു ടേസ്റ്റ് വരും. അതിനെല്ലാം ഇളക്കി സെറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മുടെ മാങ്ങ അച്ചാർ ഇത്രയൊക്കെ ഏകദേശം ഉള്ളൂ. നമ്മുടെ എല്ലാവരൊക്കെ ഉണ്ടാക്കണതായിരിക്കും ഇങ്ങനെയൊക്കെ അച്ചാർ. ഒരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല, എന്നാലും അവിടെ എല്ലാവർക്കും ഇഷ്ടവും. ഉമ്മാനെ കൊണ്ട് എല്ലാവരും അച്ചാറൊക്കെ ഉണ്ടാക്കിക്കാറുണ്ട്. അപ്പം ഉമ്മ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇട്ടെന്നുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മധുരം ഇഷ്ടമില്ലാത്തവരത് ചേർക്കണമെന്നില്ല, എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ. പിന്നെ അതൊക്കെ ഇളക്കിയെല്ലാം സെറ്റാകുമ്പോൾ ഇച്ചിരി കായപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇച്ചിരി കായപ്പൊടി ഉള്ളിടുന്നത് ഇച്ചിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടും ഇച്ചിരി കൂടി കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി സെറ്റായിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ള നമ്മുടെ അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇനിയും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷന് വേണ്ടി ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ അത് നമ്മുടെ മെയിൻ ആൾ വന്ന് ഇത്താത്തയുടെ കൊച്ചു വന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിട്ട് ചെയ്തു. നല്ല അച്ചാറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ബൈ.